JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് നമ്മൾ ഊപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഊപ്പ്? വാട്ട് ഈസ് ഊപ്പ്? എന്താണ് ഊപ്പ്? അപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിച്ച്, എന്താണ് ഊപ്പ്? ഓപ്ഷൻ എ ഔട്ട് ഓഫ് ഓർഡർ പ്രോസസ്സിംഗ്, ഓപ്ഷൻ ബി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഓപ്ഷൻ സി ഔട്ട് ഓഫ് പ്ലേസ് പ്രോഗ്രാമിംഗ്, ഓപ്ഷൻ ഡി ഒപ്റ്റിമൈസ്ഡ് ഒബ്ജക്റ്റ് പാഴ്സിംഗ്. വാട്ട് ഈസ് ഊപ്പ്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. വാട്ട് ഈസ് ഊപ്പ്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. What is an object in OOP? What is an object in OOP? ഊപ്പിലെ ഒരു ഒബ്ജക്റ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വേരിയബിൾ, ഓപ്ഷൻ ബി എ ബ്ലോക്ക് ഓഫ് കോഡ്, ഓപ്ഷൻ സി ആണ് ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്, ഓപ്ഷൻ ഡി എ ബുൾട്ടിൻ ഫംഗ്ഷൻ. വാട്ട് ഈസ് ആൻ ഒബ്ജക്റ്റ് ഇൻ ഊപ്പ്? എന്താണ് ഊപ്പിലെ ഒരു ഒബ്ജക്റ്റ്? എന്താണ്? An instance of a class. An instance of a class. അടുത്ത question. Which of the following is not a basic principle of OOP? ഇനി പറയുന്നവയിൽ ഏതാണ് ഊപ്പിലെ അടിസ്ഥാന തത്വം അല്ലാത്തത്? താഴെ പറയുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ഊപ്പിലെ അടിസ്ഥാന തത്വം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എൻക്യാപ്സുലേഷൻ, ഓപ്ഷൻ ബി ഇൻഹെറിറ്റൻസ്, ഓപ്ഷൻ സി പോളിമോർഫിസം, ഓപ്ഷൻ ഡി കോൺകാന്റിനേഷൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, കോൺകാന്റിനേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഊപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി പറയുന്നതിൽ ഏതാണ് ഊപ്പിലെ അടിസ്ഥാന തത്വം അല്ലാത്തത്? ഏതാണ്? കോൺകാന്റിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ് ഇൻ ഊപ്പ്? അതായത് ഊപ്പിലെ അനന്തരാവകാശം, ഇൻഹെറിറ്റൻസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഊപ്പിലെ ഇൻഹെറിറ്റൻസ്? ദ എബിലിറ്റി ടു ക്രിയേറ്റ് ന്യൂ ക്ലാസസ് ഫ്രം എക്സിസ്റ്റിംഗ് വൺസ്. ദ എബിലിറ്റി ടു ക്രിയേറ്റ് ന്യൂ ക്ലാസസ് ഫ്രം എക്സിസ്റ്റിംഗ് വൺസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കീവേഡ് ഈസ് യൂസ്ഡ് ടു ഇൻഹെറിറ്റ് എ ക്ലാസ് ഇൻ പൈത്തൺ? വിച്ച് കീവേഡ് ഈസ് യൂസ്ഡ് ടു ഇൻഹെറിറ്റ് എ ക്ലാസ് ഇൻ പൈത്തൺ? അതായത് ഈ പൈത്തണില് ഒരു ക്ലാസ് അവകാശമാക്കാൻ ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും അറിയാവോ? പൈത്തണില് ഒരു ക്ലാസ് അവകാശമാക്കാൻ ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, എക്സ്റ്റെൻസ്. എക്സ്റ്റെൻസ് ആണ് ശരി ഉത്തരം. വിച്ച് കീവേഡ് ഈസ് യൂസ്ഡ് ടു ഇൻഹെറിറ്റ് എ ക്ലാസ് ഇൻ പൈത്തൺ? എക്സ്റ്റെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എൻക്യാപ്സുലേഷൻ ഇൻ ഊപ്പ്? വാട്ട് ഈസ് എൻക്യാപ്സുലേഷൻ ഇൻ ഊപ്പ്? അതായത് എന്താണ് ഊപ്പിലെ എൻക്യാപ്സുലേഷൻ? എന്താണ് ഊപ്പിലെ എൻക്യാപ്സുലേഷൻ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഹൈഡിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഹൈഡിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതാണ് ഊപ്പിലെ എൻക്യാപ്സുലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. Which access specifier in Python indicates that an attribute should not be accessed directly from outside the class? അതായത് ഈ പൈത്തണിലെ ഏത് ആക്സസ് സ്പെസിഫയർ ക്ലാസ്സിന് പുറത്തു നിന്ന് ഒരു ആട്രിബ്യൂട്ട് നേരിട്ട് ആക്സസ് ചെയ്യാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഏത് ആക്സസ് ആണ് ഒരു പുറത്തു നിന്ന് ഒരു ആട്രിബ്യൂട്ട് നേരിട്ട് ആക്സസ് ചെയ്യാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്നു? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ പബ്ലിക്, ഓപ്ഷൻ ബി പ്രൈവറ്റ്, ഓപ്ഷൻ സി പ്രൊട്ടക്റ്റഡ്, ഓപ്ഷൻ ഡി ഹിഡൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, പ്രൈവറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പോളിമോർഫിസം ഇൻ ഊപ്പ്? എന്താണ് പോളിമോർഫിസം? ഊപ്പിലെ പോളിമോർഫിസം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ദ എബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു ടേക്ക് ഓൺ മെനി ഫോംസ്, ഓപ്ഷൻ ബി ദ എബിലിറ്റി ടു ഇൻഹെറിറ്റ് from multiple classes, option C the ability to have multiple constructors, option D the ability to have multiple instances of an object. What is polymorphism in OOP?
എന്താണ് ഊപ്പിലെ പോളിമോർഫിസം? എന്താണ്? The ability of an object to take on many forms. The ability of an object to take on many forms. Which OOP principle allows methods in a subclass to have the same name as methods in its superclass but with different implementations? അതായത് ഏത് ഊപ്പ് തത്വമാണ് ഒരു സബ് ക്ലാസ്സിലെ രീതികൾക്ക് അതിന്റെ സൂപ്പർ ക്ലാസ്സിലെ രീതികളുടെ അതേ പേര് എന്നാൽ വ്യത്യസ്ത നിർവഹണങ്ങളോടെ അനുവദിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ഇൻഹെറിറ്റൻസ്, ഓപ്ഷൻ ബി പോളിമോർഫിസം, ഓപ്ഷൻ സി എൻകാപ്സുലേഷൻ, ഓപ്ഷൻ ഡി അബ്സ്ട്രാക്ഷൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, പോളിമോർഫിസം. അടുത്ത ക്വസ്റ്റ്യൻ. What is the process of defining a new class based on an existing class called? അതായത് നിലവിലുള്ള ക്ലാസിനെ അടിസ്ഥാനമാക്കി ഒരു പുതിയ ക്ലാസ് നിർവചിക്കുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? നിലവിലുള്ള ക്ലാസിനെ അടിസ്ഥാനമാക്കി ഒരു പുതിയ ക്ലാസ് നിർവചിക്കുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നു. What is the process of defining a new class based on an existing class called inheritance? അടുത്ത question. What is a superclass in inheritance? What is a superclass in inheritance? അതായത് അനന്തരാവകാശത്തില് ഒരു സൂപ്പർ ക്ലാസ് എന്താണ്? ഇൻഹെറിറ്റൻസില് ഒരു സൂപ്പർ ക്ലാസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, എ ക്ലാസ് ഫ്രം വിച്ച് അതർ ക്ലാസസ് ഇൻഹെറിറ്റ്. എ ക്ലാസ് ഫ്രം വിച്ച് അതർ ക്ലാസസ് ഇൻഹെറിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ സബ് ക്ലാസ് ഇൻ ഇൻഹെറിറ്റൻസ്? ഇൻഹെറിറ്റൻസിലെ സബ് ക്ലാസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉപവിഭാഗം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? എ ക്ലാസ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് എനി ചൈൽഡ് ക്ലാസ്. എ ക്ലാസ് that does not have any child class. അതാണ് ഉപവിഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is true about the super function in Python? അതായത് ഈ പൈത്തണിലെ സൂപ്പർ ഫംഗ്ഷനെ സംബന്ധിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ, അതിനകത്ത് സൂപ്പർ ഫംഗ്ഷനെ സംബന്ധിച്ച് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പൈത്തണിലെ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് കോൾസ് ദ സൂപ്പർ ക്ലാസസ് കൺസ്ട്രക്ടർ. ഇറ്റ് കോൾസ് ദ സൂപ്പർ ക്ലാസസ് കൺസ്ട്രക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെത്തേഡ് ഓവർറൈഡിംഗ് ഇൻ ഊപ്പ്? വാട്ട് ഈസ് മെത്തേഡ് ഓവർറൈഡിംഗ് ഇൻ ഊപ്പ്? അതായത് ഊപ്പിലെ മെത്തേഡ് ഓവർറൈഡിംഗ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മെത്തേഡ് ഓവർറൈഡിംഗ് ഇൻ ഊപ്പ്? Replacing a method in the superclass with a new implementation in the subclass. Replacing a method in the superclass with a new implementation in the subclass. അതാണ് method overriding in OOP. അടുത്ത question. What is an abstract class in Python? What is an abstract class in Python? അതായത് ഈ പൈത്തണിലെ ഒരു അമൂർത്ത ക്ലാസ്, അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പൈത്തണിലെ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്? എ ക്ലാസ് ദാറ്റ് cannot be instantiated. എ ക്ലാസ് ദാറ്റ് cannot be instantiated. അതാണ് what is an abstract class in Python? A class that cannot be instantiated. അടുത്ത question. How do you define an abstract class in Python? അതായത് പൈത്തണിലെ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് നിങ്ങൾ എങ്ങനെ നിർവചിക്കും? പൈത്തണിലെ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് നിങ്ങൾ എങ്ങനെ നിർവചിക്കും? എന്ന് ആലോചിച്ച്. ബൈ യൂസിംഗ് ദ അബ്സ്ട്രാക്ട് കീവേഡ്. ഓപ്ഷൻ ബി ബൈ യൂസിംഗ് ദ അബ്സ്ട്രാക്ട് ക്ലാസ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി ബൈ ഇമ്പോർട്ടിംഗ് ദ ABC മൊഡ്യൂൾ ആൻഡ് യൂസിംഗ് അബ്സ്ട്രാക്ട് മെത്തേഡ് decorator. Option D by using the virtual keyword. ഏതാണ്? How do you define an abstract class in Python? ഏതാണ്? By importing the ABC module and using abstract method decorator. അടുത്ത question. What is an interface in Python? What is an
ഇന്റർഫേസ് ഇൻ പൈത്തൺ. അതായത് പൈത്തണിലെ ഒരു ഇന്റർഫേസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൈത്തണിലെ ഒരു ഇന്റർഫേസ് എന്താണ്? എ ബ്ലൂ പ്രിന്റ് ഓഫ് എ ക്ലാസ് വിത്തൗട്ട് എനി ഇംപ്ലിമെന്റേഷൻ. എ ബ്ലൂ പ്രിന്റ് ഓഫ് എ ക്ലാസ് വിത്തൗട്ട് എനി ഇംപ്ലിമെന്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. Which OOP principle allows a class to have multiple methods with the same name but different parameters? Which OOP principle allows a class to have multiple methods with the same name but different parameters? അതായത് ഏത് ഊപ്പ് തത്വമാണ് ഒരു ക്ലാസ്സിന് ഒരേ പേരുള്ളതും എന്നാൽ വ്യത്യസ്തമായ പാരാമീറ്റർ ഉള്ളതുമായ ഒന്നിലധികം രീതികൾ അനുവദിക്കുന്നത്? ഏതാണ്? പോളിമോർഫിസം. ഏതാണ്? പോളിമോർഫിസം. What is composition in OOP? What is composition in OOP? എന്താണ് ഊപ്പിലെ ഘടന? ഊപ്പിലെ ഘടന എന്താണ്? എന്താണ്? A way to create object of one class within another class. A way to create object of one class within another class. What is composition in OOP? A way to create objects of one class within another class. What is the purpose of the init method in Python classes? അതായത് ഈ പൈത്തൺ ക്ലാസ്സുകളിലെ init രീതിയുടെ ഉദ്ദേശം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഉദ്ദേശം? To initialize object state. To initialize object state. Which keyword is used to define a method in a Python class? അതായത് ഈ പൈത്തൺ ക്ലാസ്സിലെ ഒരു രീതി നിർവചിക്കാൻ ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണ്? പൈത്തൺ ക്ലാസ്സിലെ ഒരു രീതി നിർവചിക്കാൻ ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണ്? ഡെഫ്. DEF. ഡെഫ് ആണ് പൈത്തൺ ക്ലാസ്സിലെ ഒരു രീതി നിർവചിക്കാൻ ഉപയോഗിക്കുന്ന കീവേഡ്. അടുത്ത ക്വസ്റ്റ്യൻ. What does the self keyword represent in Python class methods? അതായത് ഈ പൈത്തൺ ക്ലാസ് രീതികളിൽ സ്വയം കീവേഡ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വയം കീവേഡ് എന്താണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. What does the self keyword represent in Python class method? അതായത് പൈത്തൺ ക്ലാസ് രീതികളിൽ സ്വയം കീവേഡ് എന്താണ് പ്രതിനിധീകരിക്കുന്നത്? It represents the current object instance. It represents the current object instance. അടുത്ത question. What does the str method do in Python? അതായത് ഒരു പൈത്തണിൽ str രീതി എന്താണ് ചെയ്യുന്നത്? പൈത്തണിൽ str രീതി എന്താണ് ചെയ്യുന്നത്? Converts an object to a string. Converts an object to a string. What does the str method do in Python? Converts an object to a string. Which method is called when an object is deleted? ഒരു വസ്തു ഇല്ലാതാക്കുമ്പോൾ ഏത് രീതിയെ വിളിക്കുന്നു? അതായത് ഈ ഒരു വസ്തു ഇല്ലാതാക്കുമ്പോൾ അതിനെ ഏത് രീതിയാ വിളിക്കുന്നത്? ഏതാണ് ശരി ഉത്തരം? del ആണ് അല്ലേ? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. DEL. del. അടുത്ത ക്വസ്റ്റ്യൻ. What does the isInstance function do in Python? പൈത്തണില് isInstance function എന്താണ് ചെയ്യുന്നത്? എന്താണ് isInstance function ചെയ്യുന്നത്? Checks if an object is an instance of a specific class. Checks if an object is an instance of a specific class. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.